16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനത്തിന്റെ 7ാം ദിന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പതിനാറാമത് സമ്മേളനത്തിന്റെ 7ാം ദിനമായ ഇന്ന് 2026-27 വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിന്റെ അവതരണം നടന്നു. സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിനായി നിയമസഭാ ഹാളിലേക്ക് എത്തിയത്. ബജറ്റ് അവതരണത്തിനായി നിയമസഭയിലെത്തിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അദ്ദേഹത്തിന്റെ ചേംബറിലെത്തി സന്ദർശിച്ചു. തുടർന്ന് നിയമസഭാ ഹാളിലേക്ക് എത്തിയ മുഖ്യമന്ത്രി മറ്റ് നിയമസഭാ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. രണ്ടായിരത്തി 26-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് മുഖ്യമന്ത്രി ഇന്ന് അവതരിപ്പിച്ചു. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ദിശാസൂചികയാണ് ഈ ബജറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണം ആരംഭിച്ചത്. കേരള സംസ്ഥാനത്തിൻ്റെ 2026-27 പുതുക്കിയ ബജറ്റ് ഞാൻ നിയമസഭയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. UDF സർക്കാരിൻ്റെ ഈ പുതുക്കിയ ബജറ്റ് അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു ദിശാ സൂചികയായിരിക്കും. കേരളത്തിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് 400 കോടിയുടെ പദ്ധതി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അടുത്ത 5 വർഷം കൊണ്ട് കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി ഉയർത്തുന്നതിനുള്ള മിഷൻ സമുദ്ര പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും. ഭാവി കേരളത്തിന്റെ വികസന കുതിപ്പിന് ഊർജം പകരുന്ന നിരവധി പദ്ധതികളും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. വിവിധ മേഖലകൾക്കായി നിരവധി ആശ്വാസ പദ്ധതികളാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതി, വനിതാ കർഷക വികസനത്തിനായി പ്രത്യേക പരിപാടി, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം പദ്ധതി, വിദ്യാർത്ഥികൾ സംസ്ഥാനത്തിന് പുറത്തുപോയി പഠിക്കുന്ന പ്രവണത മാറ്റുന്നതിനായി കേരള നോളജ് വാലി പദ്ധതി, വയനാട്, കാസർഗോഡ്, ഇടുക്കി ജില്ലകൾക്കായുള്ള പ്രത്യേക വികസന പാക്കേജുകൾ തുടങ്ങി നിരവധി പദ്ധതികൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ടൂറിസത്തെ ഔദ്യോഗികമായി വ്യവസായമായി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വർദ്ധിച്ചു വരുന്ന വ്യോമയാന ആവശ്യകത, കയറ്റുമതി, ലോജിസ്റ്റിക്സ്, വിനോദസഞ്ചാര മേഖലകളിലെ സാധ്യതകൾ എന്നിവ കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെയും കേന്ദ്രീകരിച്ച് കേരളത്തെ ഏഷ്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി വികസിപ്പിക്കുന്നതിനുള്ള വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ്. ഈ ബജറ്റ് അവതരണത്തോടെ മുഖ്യമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരിപ്പിക്കുന്ന 5ാമത്തെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ മാറി. ധനകാര്യ വകുപ്പിന്റെ ചുമതല കൂടി വഹിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സംസ്ഥാനത്തിന്റെ പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ ഇന്ന് അവതരിപ്പിച്ചത്. ഇതോടെ മുഖ്യമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരിപ്പിച്ച 5ാമത്തെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ മാറി. ആർ. ശങ്കർ, സി. അച്യുതമേനോൻ, ഇ. കെ. നായനാർ, ഉമ്മൻചാണ്ടി എന്നിവരാണ് ഇതിനു മുമ്പ് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ മുഖ്യമന്ത്രി പദത്തിലിരുന്ന് ബജറ്റ് അവതരിപ്പിച്ചത്. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും ചേരുന്നതാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ പൂർത്തിയായി. നമസ്കാരം.